ഹായ് മച്ചമാരെ, അവിടെ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്കത് കുറച്ച് നല്ല അടിപൊളി കൂന്തൽ കിട്ടിയ കേട്ടോ. കൂന്തൽ മാത്രമല്ല കേട്ടോ, ഒരു കുഞ്ഞു ഒക്ടോബസിനോടെ കിട്ടിയേ. അപ്പോൾ എല്ലാത്തിനും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്കൊരു ചീനച്ചട്ടി സെറ്റ് ചെയ്യാം കേട്ടോ. അടുപ്പത്ത് വെച്ച് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അതിനുശേഷം എണ്ണ ചൂടായപ്പോഴത്തേക്ക് കുറച്ച് കടുവൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ പ്രാവശ്യം ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അതായത് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടു. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞു കുഞ്ഞുമായിട്ട് നല്ലപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലൂടെ അതിലൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരുമിച്ചാണ് ഞാൻ എല്ലാം കൂടെ എണ്ണയിലിട്ട് വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഏകദേശം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മളെ കൂന്തലിനെ കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂന്തൽ നല്ലതുപോലെ അതേ സെറ്റാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി വലിയ സൈസായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് വെന്ത് വരുന്ന സമയത്ത് ഇത് കൊണ്ട് ചെറുതായിട്ട് അങ്ങ് ചുരുങ്ങും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മളിത് ചീനച്ചട്ടിയിലേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി നമുക്കിതിലേക്ക് കുറച്ച് ഇതാണ് ഞാൻ കേട്ടോ. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ, ഒക്ടോബസിൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ ആ കുഞ്ഞ്. പക്ഷേ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്, തീരെ കുഞ്ഞല്ലേ. അതുകൊണ്ട് ഇങ്ങനെ മുഴുവനോടെ ഇടാമെന്ന് കരുതി കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി തേച്ച് ചേർത്തിടുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടെ, കുറച്ചല്ല, ഉപ്പ് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അതായത് നമ്മൾ അടുത്തൊരു മസാലയിലൊന്നും ഉപ്പ് ചേർക്കത്തില്ല, അതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ വേവുന്ന സമയത്ത് കഷ്ണത്തിലേക്ക് നല്ലതുപോലെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് ഉറക്കി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇനി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പിന്നെ നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഇതിൽ തന്നെ വെള്ളമുണ്ട് കേട്ടോ. ഇത് കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ എന്താ പറയുക അതായത് വരും കേട്ടോ, വെള്ളം ഊറി ഇറങ്ങും. അപ്പോൾ ഇത് എല്ലാം തട്ടിപ്പറക്കി നല്ല സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ വലിയ ഓവർ വേവ് വേണ്ട കേട്ടോ, എന്ന് വെച്ചാൽ ഒരു മിനിമം വേവ്. ഞാനത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാ വീടുകളിലും കൂന്തലൊക്കെ തോരൻ വയ്ക്കുന്നതാണല്ലോ. അങ്ങനെ അടുത്ത പരിപാടി നമ്മുടെ അതായത് കൂന്തലിലേക്കുള്ള ബാക്കിയുള്ള മസാല കൂട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നല്ല പഴുത്ത തേങ്ങ, അതായത് നല്ല മൂത്ത തേങ്ങ തിരി നല്ലതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി കുറച്ച് മസാലയാണ് കേട്ടോ. നമ്മളെ മിക്സ്ഡ് മസാലയാണ്. അപ്പോൾ കുറച്ച് മസാല ചേർത്തു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് എരിവിന് നമ്മൾ മുളക് പൊടി ചേർത്തു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് നമ്മൾ കൂന്തലും നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മസാല കൂട്ട്, അതായത് നമ്മൾ നല്ല മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അതങ്ങ് ചേർത്തിട്ട് കേട്ടോ. അരച്ചല്ല കേട്ടോ, എന്താ പറയുക, നമ്മളൊരു ചമ്മന്തി പരുവമാണ് കേട്ടോ. അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് നേരത്തെ കുരുമുളകൊന്ന് ഞാൻ ചെറുതായിട്ട് നിർത്തി വെച്ചില്ലേ, ആ കുരുമുളക് കൂടെ നമുക്കിനി ചേർക്കണം കേട്ടോ. പക്ഷേ ഇപ്പോഴല്ല, കുറച്ചുകൂടെ നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വഴറ്റി നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല സെറ്റായി കഴിയുമ്പം അതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് സമയം കൂടെ നല്ലതുപോലെ എന്താ പറയുക, ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് വീണ്ടും നല്ലതുപോലെ, അതായത് ആ കുരുമുളകിൻ്റെ അതെല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മളെ കൂന്തൽ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തിരുമിരി നോക്കണ്ട, കോരുക. അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് അങ്ങോട്ട് അടിപൊളിയായിട്ട് കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സെറ്റാക്കി നോക്കുക. കാര്യം ഏകദേശം വീഡിയോയിൽ ചെയ്യുന്നതാണ്, എങ്കിലും ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ വിട്ട് കാണാം.